18 മീറ്റർ വീതി ഉണ്ട് കേട്ടോ അതിന്. 18 മീറ്റർ വീതിയാണ്. സാധാരണ നമ്മുടെ 6 വരിപ്പാതയിൽ 3 വരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം 13 മീറ്ററാണ്. ഇത് 1.5 മീറ്റർ ഫുട്പാത്ത് വരുന്നുണ്ട്. 1.5. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് നമ്മുടെ വടകര ചോറോട് ഭാഗത്താട്ടോ. ചോറോട് ഭാഗത്ത് നമ്മുടെ വലിയൊരു സ്റ്റീൽ ബൗ സ്ട്രിങ് എടുത്തു വെക്കുന്ന ജോലികൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതവിടെ നമ്മുടെ സ്റ്റീൽ ബൗ സ്ട്രിങ് കുറേ കാലങ്ങൾക്ക് ശേഷം ഇത് നമ്മുടെ റെയിൽവേ ക്രോസിംഗ് ഏരിയയിലേക്ക് അത് എടുത്തു വെക്കാൻ പോകുക കേട്ടോ. നല്ല വലുപ്പമുള്ള സ്ട്രിങ് ആട്ടോ, അടിപൊളി ബ്രിഡ്ജാണ്. എത്ര നല്ല വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വെയിറ്റ് കൂടിയ വലിപ്പം കൂടിയ സ്റ്റീൽ ബൗ സ്ട്രിങ് ആണിത്. ഇത് ഏകദേശം 1100 ടണ്ണ് വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ. 1100 ടണ്ണ് വെയിറ്റ്. ഏകദേശം 90 മീറ്റർ നീളം വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നീളം എത്രയാണെന്ന് ഇനി നമുക്ക് അവരോട് കറക്റ്റ് ഒന്ന് ചോദിച്ച് നോക്കാം. അവിടെ ജോലിക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ അവരോട് ചോദിച്ച് നോക്കാം. നല്ല ഹൈറ്റും ഉണ്ട് സംഭവം. കുറ്റിപ്പുറം സ്റ്റീൽ ബ്രിഡ്ജിനെക്കാട്ടിയും ഒന്നും കൂടി ഹെവി സാധനം കേട്ടോ. ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൻ്റെ മുകളിലുള്ള വർക്ക് കണ്ടില്ല നിങ്ങൾ. ഏതായാലും കുറച്ച് കാലമായി ഇതിവിടെ ഇങ്ങനെ മഴയും വെയിലും കൊണ്ടങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ ഏതായാലും അതത് യഥാസ്ഥാനത്തേക്ക് പോകാൻ സമയമായി. അതിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കാര്യമായിട്ടുള്ള വർക്കുകൾ നടക്കുന്ന ഏരിയ. അതാ നമ്മുടെ ആ സ്റ്റീൽ ബൗ സ്ട്രിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ കറക്റ്റ് അതിൻ്റെ ഇവിടെ അടിയിൽ ഇതിൻ്റെ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് വലിയ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. 1075 ടണ്ണാട്ടോ അതിൻ്റെ വെയിറ്റ്. 1075 ടണ്ണ് വെയിറ്റ് ആ കാണുന്ന സാധനത്തിൻ്റെ. അത് ഇതിൻ്റെ മുകളിലൊക്കെ താങ്ങണ്ടേ. ഇവിടെ കണ്ടങ്ങൾ റെയിൽവേ ട്രാക്കിൻ്റെ മുകളിൽ ഇതാ 2 ദിവസം മുമ്പ് എടുത്തു വെച്ച സ്റ്റീലിൻ്റെ അപ്പാര ഗേഡറാട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടിയാണ് ഇങ്ങോട്ട് വരേണ്ടത്. അതുപോലെ അവിടെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ക്രോസിൽ പോകുന്ന ട്രാക്ക് ആയതുകൊണ്ട് ഈ റോഡിന് നല്ല റിസ്ക് ആട്ടോ. ഒരുപാട് ലെങ്ത്ത് ഇവർക്ക് വർക്കിന് വേണ്ടി വരും. ഇപ്പോൾ അതുവരെ അവർ അടിയിൽ വലിയ ഫൗണ്ടേഷനൊക്കെ ഇതിന് വേണ്ടി മാത്രം കോൺക്രീറ്റ് ചെയ്തെടുത്താട്ടോ. ഇതിൻ്റെ അടിയിലൊക്കെ തുള്ളി താന്നു പോയാൽ പോയില്ലേ. അപ്പം അവിടെ അതൊക്കെ ചെയ്തു വെച്ചത് ആ ട്രാക്കുകളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെയും വർക്കൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. 2 ഭാഗം ട്രാക്ക് രണ്ടിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ വെൽഡിങ്ങുകൾ വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയാൽ പോയില്ലേ. അപ്പോൾ ട്രാക്ക് ഇതാ ഈ ഭാഗം ഏകദേശം ഇതിൻ്റെ നമ്മുടെ റെയിൽവേ ട്രെയിനിൻ്റെ ട്രാക്കില്ലേ അതുപോലത്തെ സാധനം തന്നെ കേട്ടോ. കറക്റ്റ് ആ റേഡ് തന്നെയാണ് ഇതിൻ്റെ മുകളിലും വരുന്നത്. അത് ഇതുവരെ ഏകദേശം അവർ വെച്ചുകൊണ്ട് ഇതാ എത്തിയിട്ടുണ്ട്. ഇനി ഈ ഭാഗത്താണ് ഇവിടേക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയ പീസ് ഉണ്ടാവും കേട്ടോ. അവിടെ വലിയ 2 ബീമാലേ. നമുക്ക് അതിൻ്റെ അടിയിലൊന്ന് പോയി നോക്കണം. അവിടെ അടിയിൽ പോകാൻ കഴിയും. അപ്പോൾ നമ്മളതിൻ്റെ അതൊന്ന് കാണാൻ നോക്ക്. അപ്പോൾ അന്ന് ഒരു ദിവസം രാത്രി ആട്ടോ അത് എടുത്തു വെച്ചത്. അതും വലിയൊരു ടാസ്ക് ആയിരുന്നു. വലിയ മെഷീൻ, സാധാരണ നമ്മുടെ ക്രെയിനല്ല, അതിലും നല്ല പവറുള്ള ക്രെയിനുകളാണ് ഇവിടെ 2 എണ്ണം അത് പൊക്കി വെക്കാൻ എടുത്തു വെച്ചത്. അത് വെയിറ്റ് അത്ര കൂടുതൽ ഉണ്ടായതുകൊണ്ടല്ല കേട്ടോ. അതായത് ലോങ്ങിലേക്ക് ഇങ്ങനെ തൂക്കി പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെയാണ് അതിൻ്റെ വാഹനം നിർത്തിയിരുന്നത് ആ ക്രെയിന്. പിന്നെ അങ്ങോട്ട് തൂക്കി പിടിക്കണം. അപ്പോൾ അത്രയ്ക്ക് കൗണ്ടർ വെയിറ്റ് ഇവിടെ വെച്ചിട്ട് വേണം. കൗണ്ടർ വെയിറ്റ് ഓവർ വെക്കണമെങ്കിൽ വലിയ ക്രെയിനുകളായിരിക്കണം. ഇതാണ് ആ ക്രെയിൻ കേട്ടോ. ഒന്ന് അവിടെയുണ്ട്. ട്രെയിന് പോകുന്നുണ്ടല്ലോ അടിയിൽ കൂടെ. ഓക്കെ, ഈ വർക്കുകളൊക്കെ അന്ന് രാത്രി ഇത് എടുത്തു വെക്കുന്ന സമയത്ത് റെയിൽവേൻ്റെ അനുവാദമൊക്കെ കൂടിയിട്ടായിരിക്കും. പക്ഷേ ഇത് മുകളിൽ ഇത് നീക്കണ സമയത്ത് ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഇവർക്ക് ഇവിടെ നല്ല സ്പീഡിൽ പോകുന്ന ഏരിയ ആണ്. വർക്ക് നടക്കുന്നതുകൊണ്ട് ഇവർക്ക് നിർദ്ദേശം ഉണ്ടാവും ഇവിടെ എത്തുമ്പോൾ സ്ലോ ആക്കാനോ. അവിടെ റെഡ് ലൈറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഈ ഏരിയയിൽ നിന്ന് ഇപ്പോൾ അവർ സ്ലോയിലായിട്ടാണ് പോകുന്നത്. ഇവിടെയൊക്കെ ഞാൻ ഇതിൻ്റെ മുമ്പ് കണ്ടിരുന്ന നല്ല സ്പീഡിൽ പോകുന്നത്. ഏതായാലും പുതിയ ട്രെയിനാണല്ലോ. മാംഗ്ലൂരു ചെന്നൈ
പുതിയ ട്രെയിൻ പറയുന്നതിന് ചിലപ്പോൾ പെയിൻ്റ് അടിച്ചിറക്കിയായിരിക്കില്ല. അല്ല, സംഭവം ഇത് ഫ്രഷാട്ടോ. മാംഗ്ലൂർ ചെന്നൈ പുതിയ ട്രെയിനാട്ടോ. കോഴിക്കോട് നിന്ന് ഏകദേശം 5:30 എടുക്കുന്ന ട്രെയിനായിരിക്കും. ഇവിടെ അതാ അതിനവിടെ വലിച്ചെടുക്കാനുള്ള സാധനത്തിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കേബിളുകൾ കൊളത്തിട്ട് വലിച്ചിങ്ങനെ പോരാളാ, അവിടെയും അത് വെച്ചിട്ടുണ്ടോ അതിൻ്റെ മുകളിലതാ. പിന്നെ അതിൻ്റെ സ്റ്റീൽ ബൗസ്റ്ററിങ്ങിൻ്റെ തെമ്പത്ത് കാണില്ലേ ഞങ്ങൾ, അതിൻ്റെ ആ ഒരു റിങ്, നമ്മളെ കേബിളുകൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൊളത്തിയതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ വലിച്ച് മെല്ലെ മെല്ലെ അങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ട്രാക്കാണ് ഇവിടെ കാര്യമായിട്ട് സെറ്റ് ആവേണ്ടത്. ഏതായാലും ഇന്നെത്രാം തീയതി, 5-ാം തീയതി അല്ലേ, 10-ാം തീയതി ആകുമ്പോഴത്തേന് ഇതിൻ്റെ വർക്ക് കഴിയും. 11-ാം തീയതി ഇവരിത് ഇവിടെ നീക്കി വെക്കുന്ന കേട്ടോ അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇത് കറക്റ്റ് നീക്കി വെക്കുന്ന ആ ദിവസം അറിയാവുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്പറിലേക്ക് വിളിക്കുക. അപ്പം അന്ന് രാത്രി അടിപൊളി കാഴ്ചകൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇത് കുറേ കാലം ഇവിടെ നിൽക്കുന്നുള്ള അറിയില്ല. ഇവർ ഈ ഭാഗത്ത് ഇത് സെറ്റാക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ മണ്ണിൻ്റെ മുകളിലൊക്കെ ഒരു അടിപൊളി കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അത് തള്ളാതിരിക്കാൻ വേണ്ടിയിട്ടേ സെറ്റാക്കി അവിടെ ഒക്കെ വെച്ചിട്ടുണ്ട്. ട്രാക്കിൻ്റെ മുകളിൽ ഫുള്ള് കറക്റ്റ് ട്രാക്കിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കട്ടത്. ആരെങ്കിലും ഒന്നും ഞാടി ബാക്കിൽ പോയി തള്ളണ്ട, ചിലപ്പോൾ കൊണ്ട് പോകുന്നുള്ളൂ. ഇതിങ്ങനെ മെല്ലെ മെല്ലെ അങ്ങനെ നീക്കാൻ പറ്റുള്ളൂ. എന്തായാലും നീക്കണ സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട്, ഏതായാലും നമ്മളെ വടകരയിലുള്ള കാഴ്ചക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഡേറ്റ് അറിയാവുന്നവരൊന്ന് വിളിക്കണം കേട്ടോ. നമുക്ക് കറക്റ്റ് നല്ലൊരു വീഡിയോ സെറ്റാക്കണം. സ്റ്റീൽ ബൗസ്റ്ററിങ് നീങ്ങുന്ന ആ കാഴ്ച, അടിപൊളി കാഴ്ച. ജോലിക്കാർ വെള്ളം കുടിക്കാട്ടോ, പാവം നല്ല വെയിലല്ലേ. ആ പാവത്തിൽ പെട്ടാട്ടോ ഞാനും വെയിൽ കൊണ്ടിട്ട് ഇനി കൽപ്പണിയൊക്കെ നമുക്ക് ഇനി പുറത്താ പണി വീടിൻ്റെ. അപ്പോൾ നമുക്കും നല്ല വെയിൽ കൊണ്ടിട്ട് തന്നെ പണിയെടുക്കണം. ഇവിടെ ഗ്യാസ് വെൽഡിങ്ങും ഒക്കെ ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ട്രെയിനും വരുന്നുണ്ടോ? ഇത് ട്രെയിനിൻ്റെ ഒരു കളിയാണല്ലോ. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി ഏതാണ് വരുന്നത്? ഇതാണ് ഇതിൻ്റെ സെറ്റ്. ഇനി ആ ഭാഗത്ത് ഞാൻ കാണിച്ചില്ലേ, ആ ഭാഗത്തുള്ള ചെറിയൊരു വർക്കും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നീക്കി വെക്കുന്ന അടിപൊളി കാഴ്ച. എന്തായാലും കുറേ കാലമായിട്ട് കിടക്കുന്ന നമ്മുടെ സ്റ്റീൽ ബൗസ്റ്ററിങ് ഇങ്ങോട്ട് നീങ്ങിയാൽ അതിനെന്നെ ഒരു ആശ്വാസമാവും കേട്ടോ. ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടണ്ണ് കണക്കിന് വെയിറ്റ്, 1025 ടണ്ണ് വെയിറ്റ് അല്ലേ. അതിൻ്റെ മുകളിൽ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര ടണ്ണാകും? ഇഷ്ടം പോലെ ടണ്ണാകും. 18 മീറ്റർ വീതി ഉണ്ട് കേട്ടോ അതിന്. 18 മീറ്റർ വീതി പറഞ്ഞിട്ട് സാധാരണ നമ്മുടെ 6 വരിപ്പാതയിൽ 3 വരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം 13 മീറ്ററാണ്. ഇത് 1.5 മീറ്റർ ഫുട്പാത്ത് വരുന്നുണ്ട്, 1.5 മീറ്ററും ബാക്കി 15 മീറ്റർ. അപ്പോൾ ഓരോ ട്രാക്കും നല്ല വീതി തന്നെ ആയിരിക്കും കേട്ടോ. 15 മീറ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 ട്രാക്കിനുള്ളൊരു ഇത് കണ്ടൊക്കെയായിരിക്കും. ഇനി ചിലപ്പം 6 വരിപ്പാത ഇവിടെ എത്തുമ്പോൾ ചെറുതാകുമായിരിക്കും, 4 വരിപ്പാതയിലേക്ക് ഒതുങ്ങിയിട്ട് പോവുമായിരിക്കും. ഇനി ഇതൊക്കെ ഈ മറ്റേ ഭാഗത്തുള്ള ഒരു ബ്രിഡ്ജ് ഇവിടെ ഇനി അപ്പുറത്ത് അതുപോലെ ഒന്നും വരണം ശരിക്കും. പക്ഷേ ആ റോഡ് അങ്ങനെ തന്നെ ഉപയോഗിക്കാനായിരിക്കും സാധ്യത ഫ്യൂച്ചറിൽ. പിന്നീട് എപ്പോഴെങ്കിലും വന്നാലായി. എന്തായാലും ഇപ്പം ഇല്ലയെന്നാണ് നമ്മുടെ ഒരു അറിവ്. ഏതായാലും ആ ട്രെയിന് പോകുന്നത് നമുക്ക് കാണാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിൻ ഇവിടെ എത്തുമ്പോൾ സ്ലോ ആക്കുന്നുണ്ട് കേട്ടോ. അത് ഗുഡ്സാണല്ലോ. ഇത് ചരക്ക് ലോറിയാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? സിമൻറ്റ് ഓർ റൈസ് ആൻഡ് ഗോതമ്പ്. ഏതായാലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് തിന്നാനുള്ള സാധനങ്ങളാണ് ഇങ്ങോട്ട് വരുന്നത്. ട്രെയിനും കാര്യമൊക്കെ നിന്നുണ്ടെങ്കിൽ കേരളത്തിൽ കഞ്ഞി കുടിച്ച് ജീവിക്കാനുള്ള വക ഉണ്ടാവുള്ളൂ കേട്ടോ. പാലക്കാട് മാത്രം അവിടെ ഇവിടെയൊക്കെ അല്ലേ കുറച്ച് കൃഷിയുള്ളൂ. ബാക്കിയൊക്കെ കേരളത്തിലുള്ളവർക്ക് തിന്നാൻ മാത്രമുള്ള ഒന്നും എന്തായാലും ഉണ്ടാവില്ല.
സ്റ്റീൽ ബൗസ്ട്രിങ്ങിൻ്റെ അടിയിലുള്ള ഓരോരോ സപ്പോർട്ട് ബീമുകളാട്ടോ. നല്ല സ്ട്രോങ്ങസ്റ്റ് സാധനങ്ങൾ. 4 അടി ഹൈറ്റ് ഉണ്ടാവും. 4 അടി ഹൈറ്റ്. അതിൻ്റെ അടിയിൽ 1 ഇഞ്ചിൻ്റെ ഷീറ്റുകൾ. അതിൻ്റെ ഇടയിൽ ജോയിൻ്റ് വരുന്നോട്ട് ചെയ്ത ഒരു തിക്കുള്ള 2-3 പ്ലേറ്റ് വേറെ. അങ്ങനെ കൂടിയായിട്ട് നല്ല സ്ട്രോങ്ങിലാണ്. എത്ര ബീമുണ്ട്, ക്രോസ് ബീമുകൾ. പിന്നെ ഇതിൻ്റെ മുകളിൽ ടാഗ് ഷീറ്റുകളൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കോൺക്രീറ്റിനുള്ള. ഇവിടെ ബാക്കി ഇവിടെ സപ്പോർട്ട് ബീമുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാക്കാൻ അതൊക്കെ വെച്ച് സെറ്റാക്കി റെഡിയാക്കി ഏകദേശം നമ്മുടെ 10-11 തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസം ഇത് എടുത്തു വെക്കുന്നതായിരിക്കും. ഏതായാലും ഇതൊക്കെ ഒന്ന് വർക്ക് കഴിഞ്ഞിട്ട് ഇതുപോലുള്ള തിരക്കിനും ബ്ലോക്കിനൊക്കെ ഒരു അറുതിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പെട്ടെന്ന് നമ്മുടെ വാഗഡ് ഗ്രൂപ്പിൻ്റെ വർക്കിൻ്റെ വിശേഷങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50-60% വർക്ക് ഫിനിഷായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ബാക്കി 40-45% വർക്ക് ഇനിയും കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ അവിടെ ഇവിടെ ആയിട്ടുള്ള ചില ചെറുക വർക്കുകളുണ്ട്. ഈ 50-60 എൻ്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ബാക്കി കറക്റ്റ് ശതമാനക്കണക്ക് കറക്റ്റ് ഒന്നും അറിയില്ല. നമ്മളിപ്പം വെങ്ങള മുതൽ ഞാൻ നമ്മുടെ കുഞ്ഞിപ്പള്ളി വരെ സഞ്ചരിച്ചു. അവിടുന്ന് വീഡിയോ എടുത്ത് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ചോറോട് ഭാഗത്തുള്ള വിശേഷങ്ങൾ. ഈ സ്റ്റീൽ ബൗസ്ട്രിങ്ങോട് നീക്കി വെക്കണ വർക്കാണ് 9-10 തീയതികൾ നടക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അറിയാവുന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വീണ്ടും പറയാണ്, അറിയാവുന്നവർ എന്നെ ഒന്ന് അറിയിക്കട്ടോ. കമൻറ്റ് ചെയ്താൽ മതി. മറ്റേ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അങ്ങോട്ട് കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നതായതുകൊണ്ട് എനിക്ക് വേഗം കിട്ടും. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.